ഹലോ ഗൈസ്, മൗലീസ് ക്രിയേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ വീടിനെ പറ്റിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി തന്നെ ഞാൻ ഇരിക്കുകയായിരുന്നു. എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ എന്ന സ്ഥലത്ത് കുറച്ച് പോയി കഴിയുമ്പോൾ കട്ടക്കുഴി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് എൻ്റെ വീട്. ഗ്രാമമെന്നും പറയാം, പട്ടണമെന്ന് പറയാം. പുല്ലും ചെടിയും മരവും പാടവും വയലും ഒക്കെ ഉള്ളൊരു സ്ഥലം. അതിനൊക്കെ അപ്പുറമായി എൻ്റെ വീട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ പേര് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പേര് മൗലി ഗംഗേൽ എന്നാണെന്ന്. എൻ്റെ അനിയൻ്റെ പേര് സൂര്യമൗലി, അച്ഛൻ്റെ പേര് ബിബിൻസ്, അമ്മയുടെ പേര് ബിന്ദുജ. അച്ഛൻ്റെ സ്ഥലം എന്ന് പറയുമ്പം കാക്കാഴ വളഞ്ഞവഴി ആ ഭാഗത്തായിട്ടാണ്. അമ്മയുടെ സ്ഥലം അവിടെ പായൽക്കുളങ്ങര എല്ലാവരും പറയുന്നത് പായൽ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പായൽക്കുളങ്ങര ആ ഭാഗത്തായിട്ടാണ്. അപ്പം അച്ഛൻ്റെ സ്ഥലത്തെന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ കടൽ, തീരദേശ മേഖല, ആ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് എനിക്ക് കടൽ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങോട്ട് വന്നതിന് ശേഷം വയലും മരമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്കെല്ലാം കാണാൻ പറ്റുന്നൊരു ഭാഗ്യമുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങോട്ട് വന്നതിന് ശേഷം. എനിക്ക് തോന്നുന്നു എനിക്കൊരു 2-3 വയസ്സുള്ളപ്പോൾ തൊട്ട്, ഒരു 3 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഈ സ്ഥലത്തോട്ട് മാറുകയാണ്. കട്ടക്കുഴി നേരത്തെ വേറൊരു കൊച്ചു വീട്ടിലായിരുന്നു. അവിടെ ഇത്രയ്ക്ക് പാടം കാണാൻ പറ്റുമെങ്കിൽ പോലും ഇത്രയ്ക്ക് മരവും ഇത്രയ്ക്ക് ചെടിയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ ഇങ്ങോട്ട് ഈ വീട്ടിലോട്ട് ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനൊരു 4ാം ക്ലാസ് ഹാഫൊക്കെ ആയപ്പോഴേക്കാണ് അമ്മയും ഞങ്ങളും ഒക്കെ കൂടി ഈ വീട്ടിലോട്ട് മാറുന്നത്. ഈ വീട്ടിലോട്ട് മാറിക്കഴിഞ്ഞ ശേഷം ഫുൾ ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. ഇപ്പം മഴയൊക്കെ പെയ്ത് മുറ്റം ചടകുളാന്നിരിക്കും. പക്ഷേ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അമ്മയ്ക്ക് വൃത്തിയായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല. അമ്മ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയായതുകൊണ്ട്, മിക്ക ദിവസം ഇപ്പോൾ സന്ധ്യയ്ക്ക് മഴയായതുകൊണ്ട് തൂക്കാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ വൃത്തിക്ക് അമ്മ ഇടത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മെയിൻ ഗേറ്റ് കയറി കഴിയുമ്പോഴേക്കും നേരെ ഞങ്ങളുടെ വീട്ടിലെത്തും. പക്ഷെ വീടാണെന്ന് പറയത്തില്ല, കറക്റ്റ് ഒരു കാടാണെന്നേ പറയത്തുള്ളൂ. കാരണം ചുറ്റും ഇങ്ങനെ പുല്ലും പാടവും. ഞങ്ങളുടെ വീടിന് ഒരു പാടം ഈ സൈഡ് ഫുൾ പാടമാണ്, അതേപോലെ തന്നെ ഈ സൈഡ് ഫുൾ പാടമാണ്. ഭയങ്കര ഇഷ്ടമാണ് പാടം, പുല്ല് എല്ലാം കാണാൻ ഒരു രസമല്ലേ. കൂട്ടുകാരത്തൊക്കെ ചെന്ന് ഞാൻ തള്ളാറുണ്ട് കേട്ടോ, എൻ്റെ വീട് പാടത്തിൻ്റെ സൈഡിലാണ്. ചിലവരൊക്കെ വിശ്വസിച്ചാണ്, ചിലർ വിശ്വസിക്കത്തില്ല. പക്ഷേ ഈ വീഡിയോ അവിടെ അവരൊക്കെ വിശ്വസിക്കാനാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയത്തില്ല. പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇപ്പം ഞാൻ ചാടി ഇളന്നിനെ കയറി, നല്ല വെയിലുണ്ട് അവിടെ. ഞാൻ എൻ്റെ വീടിനെ പറ്റി പറയാനാണ് വീഡിയോ എടുത്തെങ്കിൽ പോലും എന്നാൽ വീടിനെ പറ്റി പറഞ്ഞ് തീരത്തില്ലെന്നും സത്യം. ഞാൻ എൻ്റെ അച്ഛൻ്റെ കസേര വന്നിരുന്നു. അച്ഛൻ ഇവിടെയാണ് കസേര ഇട്ടിരിക്കുന്നത്. ഇവിടെ കസേര ഇട്ട് കഴിഞ്ഞാൽ വ്യൂ കാണുന്നത് ഇതാട്ടോ. നല്ല സുഖമാണ് കാണാൻ. കണ്ടോ, ഇതാണ് അവിടുത്തെ വ്യൂ. ഇതിപ്പോഴേ ഉള്ളൂ. രാത്രി ഭംഗിയുണ്ടല്ലോ ഇതിൻ്റെ. രാത്രി ആയി കഴിയുമ്പോഴേക്കും ഈ വീട്ടിലെ വെട്ടങ്ങ് മാത്രമേ ഈ പാടത്ത് കാണത്തുള്ളൂ. ഫുൾ കറുത്ത വെള്ളം എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും. അവിടെ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ മോനെ എന്താ പറയുക, ഒടുക്കത്തെ ഭയങ്കര ഇതാ. ഇന്നലെ രാത്രിയിലും കൂടെ ഞാനത് കണ്ടതേ ഉള്ളൂ. ഭയങ്കര ഇഷ്ടമായിപ്പോയി. പിന്നെന്താ, എൻ്റെ വീടിനെ പറ്റി ഞാൻ പറയാനാണ് വീഡിയോ എടുത്തെങ്കിൽ പോലും എനിക്ക് തീരുന്നില്ല, പറഞ്ഞിട്ട് തീരുന്നില്ല. കാരണം എൻ്റെ വീട്ടിലിങ്ങനെ മരമൊക്കെ ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി വിശ്വസിക്കും. ചക്കയുണ്ട്, മാവുണ്ട്. ഇപ്പം പുളിയുടെ സീസണാണ്. ഈ വാളംപുളി, അങ്ങനെന്തോ പറയുന്നത്, ഇരുമ്പൻപുളിയാണോ വാളംപുളി, എന്തോ പേരുണ്ട്, എനിക്കറിയത്തില്ല. ഈ മറ്റേ മീൻകറിയൊക്കെ ഇടുന്ന പുളി, ആ പുളിമരമുണ്ട്. അതിൻ്റെ സീസണാണിപ്പം. കല്ലൊക്കെ വീണ് കിടപ്പുണ്ട്. അതിനെപ്പറ്റി അങ്ങനെയാണെന്നും എനിക്കറിയത്തില്ല, അത്ര വ്യക്തമായിട്ട് അറിയത്തില്ല. അമ്മ ഇടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അമ്മ പുളിയൊക്കെ പെറുക്കി ഉണക്കി വെയിലൊക്കെ കൊള്ളിച്ച് വിൽക്കുമായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് ഞങ്ങളുടെ സ്വന്തം വീടല്ല കേട്ടോ. ഞങ്ങളുടെ വീടെന്ന് പറയുന്നതേ ഉള്ളൂ. സ്വന്തം വീടല്ല, വാടക വീടാണ്. എനിക്ക് ഈ വാടക വീട്ടിലോട്ട് മാറുന്നതിന് മുമ്പ് വരെ ഞങ്ങൾ അച്ഛാമ്മയുടെ വീടെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ വീട്ടിലായിരുന്നു. അച്ഛൻ്റെ വീടെന്ന് പറയുമ്പോൾ ഓണത്തിനും വിഷുവിനൊക്കെ ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ട് കഴിയുന്ന അവിടെ ആയിരുന്നു. സദ്യയൊക്കെ ഉണ്ട്. വിഷു ആണെങ്കിൽ കൈനീട്ടമൊക്കെ കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, എന്തോ മഴ പെയ്തപ്പോൾ കടൽ കയറി വീട് പൊളിഞ്ഞു. ഇപ്പം ഒരു കമ്പനിയുടെ ആൾക്കാരൊക്കെ കുടിലാണ് താമസിക്കുന്നത്. അങ്ങനെ ചെറിയ കുടിൽ കണക്ക് ഷീറ്റിട്ട് കെട്ടി ഒരു വീട് കണക്ക് അവർ പണിതിട്ടുണ്ടായിരുന്നു, ഒരു കമ്പനിക്കാർ. അവിടെയാണ് ഇപ്പം അച്ചാമ്മയും ചാച്ചനും കൂടി താമസിക്കുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അവിടെ ആയിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോഴും
എപ്പോഴും ഈ വീഡിയോ മുഴുവൻ അച്ഛമ്മയെ പറ്റി കാണുമല്ലോ, കാരണം എപ്പോഴും അച്ഛമ്മ എടുത്തു അവിടുത്തെ കടലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളായിരിക്കും. പക്ഷെ ഇപ്പം അച്ഛമ്മയൊക്കെ ആ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളിവിടെ വാടകയ്ക്ക്. ഇനിയിപ്പോൾ അവർ വീട് അവിടെ തന്നെ വെക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. എന്നാലും താമസം ഞങ്ങൾ അച്ഛമ്മ എടുത്ത് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും വീഡിയോ ആക്കാൻ പറ്റും. പിന്നെ ശനിയാഴ്ചയല്ലേ, ഇന്ന് ഞായറാഴ്ചയാണ്, ശനിയാഴ്ച അല്ല കേട്ടോ, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നാളെ എൻ്റെ സ്കൂളിൽ പോകണം. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.